കേരള രാഷ്ട്രീയത്തിന്റെ ഹൃദയമിടിപ്പറിയാൻ എറണാകുളം ജില്ലയിലെ അങ്കമാലിയിലേക്ക് കണ്ണോടിച്ചാൽ മതി. ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ വ്യാവസായിക കാർഷിക പാരമ്പര്യങ്ങൾ ഇഴചേർന്നു കിടക്കുന്ന ഈ മണ്ഡലം ഇത്തവണയും ഒരു ഉശിരൻ പോരാട്ടത്തിന് വേദിയാവുകയാണ്. 1965 മുതലുള്ള ചരിത്രം പരിശോധിച്ചാൽ വലതുപക്ഷത്തെ 8 തവണയും ഇടതുപക്ഷത്തെ 6 തവണയും തുണച്ച ചരിത്രമാണ് അങ്കമാലിക്കുള്ളത്. സമുദായ സമവാക്യങ്ങൾക്കപ്പുറം സ്ഥാനാർത്ഥിയുടെ വ്യക്തിപ്രഭാവവും വികസന മുരടിപ്പും ചർച്ചയാകുന്ന ഈ മണ്ഡലത്തിൽ ഹാട്രിക് വിജയത്തിനായി റോജി എം ജോണും മണ്ഡലം തിരിച്ചുപിടിക്കാൻ ഇടതുപക്ഷത്തിന്റെ കരുത്തൻ സാജു പോളും നിലവിലുള്ള രാഷ്ട്രീയ ശൈലിയെ ചോദ്യം ചെയ്ത് 2020യും അണിനിരക്കുമ്പോൾ പോരാട്ടം പ്രവചനാതീതമാകുന്നു. കഴിഞ്ഞ 10 വർഷമായി നിയമസഭയിൽ അങ്കമാലിയുടെ ശബ്ദമായ റോജി എം ജോണിനെ സംബന്ധിച്ചിടത്തോളം ഈ തിരഞ്ഞെടുപ്പ് ഒരു അഭിമാന പോരാട്ടമാണ്. 2016-ൽ 9186 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ തുടങ്ങിയ യാത്ര 2021-ൽ 15929 വോട്ടുകളിലേക്ക് എത്തിച്ച റോജിക്ക് മണ്ഡലത്തിലുള്ള സ്വാധീനം ചെറുതല്ല. എന്നാൽ വികസനം എന്ന മുദ്രാവാക്യമുയർത്തി റോജിയെ പ്രതിരോധത്തിലാക്കാനാണ് LDF ഇത്തവണ ശ്രമിക്കുന്നത്. പെരുമ്പാവൂരിനെ 3 തവണ പ്രതിനിധീകരിച്ച അനുഭവ സമ്പത്തുമായി എത്തുന്ന സാജു പോൾ അങ്കമാലിയുടെ മുരടിച്ചുപോയ വികസന പ്രവർത്തനങ്ങളെ മുഖ്യ പ്രചാരണ വിഷയമാക്കുന്നു. കൊച്ചി മെട്രോ അങ്കമാലിയിലേക്ക് നീട്ടണമെന്ന ജനങ്ങളുടെ കാലങ്ങളായുള്ള ആവശ്യം ഒരു സ്വപ്നമായി അവശേഷിക്കുന്നു എന്നത് ഭരണപ്രതിപക്ഷ ഭേദമന്യേ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. ഈ രണ്ടു മുന്നണികളെയും ഒരുപോലെ സമ്മർദ്ദത്തിലാക്കുന്ന ഒന്നാണ് 2020യുടെ സാന്നിധ്യം. NDA പിന്തുണയോടെ മത്സരിക്കുന്ന പ്രോമി കുര്യാക്കോസ് ഉയർത്തുന്ന വിമർശനങ്ങൾ രാഷ്ട്രീയ കേരളം ഏറെ ശ്രദ്ധയോടെയാണ് കാണുന്നത്. റോജി എം ജോൺ എന്ന MLAയുടെ 10 വർഷത്തെ ഭരണത്തിൽ അങ്കമാലിക്ക് പറയത്തക്ക നേട്ടങ്ങളൊന്നുമില്ലെന്നും മുൻപ് KSU പ്രവർത്തകനായിരുന്ന പ്രോമി ഇപ്പോൾ മാറ്റത്തിന്റെ കാറ്റുമായി 2020യിൽ എത്തിയതും മത്സരത്തിന് പുതിയൊരു മാനം നൽകുന്നു. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഇടകലർന്നു താമസിക്കുന്ന ഒരു സമുദായത്തിനും ഏകപക്ഷീയമായ ആധിപത്യമില്ലാത്ത ഈ മണ്ഡലത്തിൽ അന്തിമ വിജയം ആർക്കൊപ്പമാകുമെന്ന് തീരുമാനിക്കുന്നത് ഓരോ വോട്ടറുടെയും വികസന സ്വപ്നങ്ങളും സ്ഥാനാർത്ഥികളുമായുള്ള ആത്മബന്ധവുമായിരിക്കും. മെട്രോ റെയിൽ അങ്കമാലിയിലേക്ക് എത്തുമോ എന്ന ചോദ്യത്തിന് വോട്ടർമാർ ബാലറ്റിലൂടെ മറുപടി നൽകുന്ന ആ നിമിഷത്തിനായി കാത്തിരിക്കുകയാണ് കേരളം.